പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്ത് പഠിച്ചത്. ഇന്ന് നമ്മൾ 3 അക്കൗണ്ടുകളായിട്ടുള്ള ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ 3 അക്കൗണ്ടുകളായിട്ടുള്ള റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് ഇസ് നോട്ട് ആൻ അക്കൗണ്ട്, ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ്. അതിലെ രണ്ടാമത്തേതായിട്ടുള്ള ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്? സാധാരണഗതിയിൽ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഒരിക്കലും ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുന്നില്ല. കാരണം നമുക്ക് നേരത്തെ അറിയാം, ഒരു പ്രോഫിറ്റ് മോട്ടീവ് ആയിട്ടല്ല ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ തുടങ്ങുന്നത്. So, a not-for-profit organization does not prepare a profit and loss account. Instead, it prepares an income and expenditure account. സാധാരണ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് പകരമായി ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ തയ്യാറാക്കുന്ന അക്കൗണ്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. This account, income and expenditure account, is a nominal account and it is debited with all expenses and losses. It is debited with all expenses and losses and credited with all incomes and gains. That means on the debit side we will show all expenses and or losses, and on the credit side shows all incomes and gains. Then finally the balance represents the balance of this account, income and expenditure account, either surplus or deficit. ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നതിന് പകരം, ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കിയാൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്ന് പറയുന്നതിന് പകരം ഇവിടെ പറയുന്നതാണ് എന്ത്? സർപ്ലസ് എന്നോ ഡെഫിസിറ്റ് എന്നോ. അതായത് ഇൻകം സൈഡ് കൂടുകയും ഡെഫിസിറ്റ് സൈഡ് ഇൻകം സൈഡ് കൂടുകയും എക്സ്പെൻഡിച്ചർ സൈഡ് കുറയുകയും ചെയ്താൽ വരുന്ന ബാക്കിയാണ് സർപ്ലസ്. അല്ലെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പ്രോഫിറ്റിന് പകരമായി ഉപയോഗിക്കുന്ന വേർഡാണ് സർപ്ലസ്. നേരെ തിരിച്ച് ഇൻകം കുറവും എക്സ്പെൻഡിച്ചർ കൂടുതലുമാണെങ്കിൽ നമ്മൾ അതിന് വിളിക്കുന്ന പേരാണ് ഡെഫിസിറ്റ്. അല്ലെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് ലോസിന് സമാനമായ ഒന്നാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഏത്? ഡെഫിസിറ്റ് എന്ന് പറയുന്ന വേർഡ്. സോ എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ ഈസ് കോൾഡ് സർപ്ലസ്. എക്സ്പെൻഡിച്ചറിനേക്കാൾ കൂടുതൽ ഇൻകം വന്നു കഴിഞ്ഞാൽ അതിനെ സർപ്ലസ് എന്നും, ഇൻകത്തേക്കാൾ കൂടുതൽ എക്സ്പെൻഡിച്ചർ ആണ് ഉണ്ടായതെങ്കിൽ അതിനെ ഡെഫിസിറ്റ് എന്നും വിളിക്കുന്നു. അപ്പോൾ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുന്നതിന് പകരമായി നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ തയ്യാറാക്കുന്ന അക്കൗണ്ട് ആണ് ഇത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇവിടെ എക്സാമുമായി ബന്ധപ്പെട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ നേരത്തെ ഒരു ക്യാഷ് ബുക്കിന് സമാനമായ അക്കൗണ്ട് ഏതാണെന്ന് ചോദിച്ചിരുന്നു. ഒരു ക്യാഷ് ബുക്കിന് സമാനമായി ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ തയ്യാറാക്കുന്ന അക്കൗണ്ട് ആണ് റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എങ്കിൽ, ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് പകരമായി തയ്യാറാക്കുന്ന ഒരു അക്കൗണ്ട് ആണ് ഏത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അതിന്റെ ബാലൻസ് ഒന്നുകിൽ സർപ്ലസോ അല്ലെങ്കിൽ ഡെഫിസിറ്റോ ആയിരിക്കും. Then what are the features of income and expenditure account? ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തെല്ലാമാണ് എന്ന് നോക്കാം. നോക്കൂ, നമ്മൾ നേരത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് വളരെ വ്യക്തമാണ്. ഒന്ന് പറഞ്ഞു നോക്കാം നമുക്ക് എന്താണ് ഫീച്ചേഴ്സ് എന്ന്. ഒന്ന് നോക്കൂ, ഇറ്റ് ഹാസ് നോ ഓപ്പണിംഗ് ബാലൻസ്. ഒരു റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആണെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് വെച്ചിട്ടാണ് തുടങ്ങുന്നത് എങ്കിൽ, ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഒരിക്കലും എന്തിനു തുടങ്ങുന്നില്ല? ഓപ്പണിംഗ് ബാലൻസ് വെച്ച് തുടങ്ങുന്നില്ല. അല്ലെങ്കിൽ ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന് എന്തില്ല? ഓപ്പണിംഗ് ബാലൻസ് ഇല്ല എന്നർത്ഥം. കാരണം നോമിനൽ കാറ്റഗറി ആയിട്ടുള്ള അക്കൗണ്ട് ആണ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് സമമായിട്ടുള്ള
അക്കൗണ്ട് ആണ്. അത്തരം അക്കൗണ്ടുകൾക്ക് എന്തുണ്ടാവില്ല? ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവില്ല. അതിന്റെ സർപ്ലസോ അല്ലെങ്കിൽ ഡെഫിസിറ്റോ അല്ലെങ്കിൽ പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസോ നമ്മൾ എവിടേക്ക് മാറ്റുകയാണ് ചെയ്യുക? നമ്മൾ ട്രേഡിംഗ് കൺസേൺ ഒക്കെ ആണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിനോട് കൂടി കൂട്ടി കാണിക്കും. ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ടിന് പകരം ക്യാപിറ്റൽ ഫണ്ട് എന്നാണ് അതിനോടൊപ്പം കാണിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതോടുകൂടി ആ വർഷത്തെ ഏത് ക്ലോസ് ചെയ്ത് പോകും? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ക്ലോസ് ചെയ്ത്. അതുകൊണ്ട് ഒരിക്കലും എന്തുണ്ടാവില്ല? ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവില്ല. Then the second one is it is a nominal account. റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് റിയൽ കാറ്റഗറിയിൽ പെടുന്ന അക്കൗണ്ട് ആണെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ എന്താണ്? നോമിനൽ അക്കൗണ്ടുകളാണ്. നോമിനൽ അക്കൗണ്ടുകൾ എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്ന ഇൻകം ഒക്കെ, ഇൻകവും എക്സ്പെൻസും അതുമായി ബന്ധപ്പെട്ടുള്ള അക്കൗണ്ട് ആണ് ഇത് നോമിനൽ കാറ്റഗറിയിലുള്ള അക്കൗണ്ട്. ഇൻകം ഒക്കെ നമ്മൾ എവിടെ കാണിക്കുന്നു? ക്രെഡിറ്റ് സൈഡിലും. എക്സ്പെൻഡിച്ചർ ഒക്കെ എവിടെയും കാണിക്കുന്നു? ഡെബിറ്റ് സൈഡിലും കാണിക്കുന്നു. Then the third one is only revenue items are considered. നമ്മൾ നേരത്തെ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പറഞ്ഞിരുന്നു രണ്ട് തരത്തിലുള്ള അല്ലെങ്കിൽ രണ്ട് നാച്ചുറലുള്ള ഐറ്റത്തെ കുറിച്ച്. ഒന്ന് റവന്യൂ നാച്ചുറലെയും മറ്റൊന്ന് ക്യാപിറ്റൽ നാച്ചുറലെയും. റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്. എക്സ്പെൻസുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ റവന്യൂ ഐറ്റം ഉണ്ട്, ക്യാപിറ്റൽ ഐറ്റം ഉണ്ട്. ഇൻകവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ശരി റവന്യൂ ഐറ്റവും ഉണ്ട്, ക്യാപിറ്റൽ ഐറ്റവും ഉണ്ട്. റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നമ്മൾ ഇതിന് റവന്യൂ ആണോ ക്യാപിറ്റൽ ആണോ എന്ന് നോക്കാതെ രണ്ടും ഏതിൽ ഉൾപ്പെടുത്തിയിരുന്നു? റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ഉൾപ്പെടുത്തിയിരുന്നു എങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എന്ത് മാത്രമേ വരുള്ളൂ? റവന്യൂ ഐറ്റംസ് മാത്രമേ വരൂ. അപ്പോ ഇൻകം എടുക്കുകയാണെങ്കിൽ ഓൺലി റവന്യൂ ഇൻകം ആർ കൺസിഡർ. എക്സ്പെൻസ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ എടുക്കുകയാണെങ്കിൽ ഓൺലി റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് ആർ കൺസിഡേർഡ് ഇൻ ദിസ് അക്കൗണ്ട്. ക്യാപിറ്റൽ ഐറ്റം മുഴുവനായിട്ടും എവിടെ ഒഴിവാക്കപ്പെടുന്നു? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഒഴിവാക്കപ്പെടുന്നു. അതൊക്കെ എവിടേക്ക് പോകേണ്ടതാണ്? ബാലൻസ് ഷീറ്റിലേക്ക് പോകേണ്ടതാണ്. സോ ദ ഫോർത്ത് വൺ ഈസ് കറന്റ് ഇയർ എമൗണ്ട് ഈസ് കൺസിഡേർഡ്. റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നമ്മൾ കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും വരാനിരിക്കുന്ന വർഷത്തെയൊക്കെ ഈ വർഷം കിട്ടിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ചെലവാക്കിയിട്ടുണ്ടെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും? അവിടെ കാണിച്ചിരുന്നു. പക്ഷെ ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? ആക്ച്വലി ഈ വർഷത്തെ എമൗണ്ട് എന്താണോ ചെലവാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ എന്താണോ വരവായിട്ട് വന്നിട്ടുള്ളത് അത് മാത്രമേ കാണിക്കുകയുള്ളൂ. ദെൻ അഡ്ജസ്റ്റ്മെന്റ്സ് ആർ കൺസിഡേർഡ്. എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും ഔട്ട്സ്റ്റാൻഡിങ്, പ്രീപെയ്ഡ് മുതലായിട്ടുള്ള എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും, ഡിപ്രീസിയേഷൻ ഉൾപ്പെടെയുള്ള, ബാഡ് ഡെപ്റ്റ് ഉൾപ്പെടെയുള്ള എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും എവിടെ കാണിക്കും? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കും. ദെൻ ദ ക്ലോസിംഗ് ബാലൻസ് ഷോ ഐദർ സർപ്ലസ് ഓഫ് ഡെഫിസിറ്റ്. ഇത് ഈ അക്കൗണ്ട് അവസാനിക്കുമ്പോൾ അത് നമ്മൾ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബാലൻസ് ഒന്നുകിൽ സർപ്ലസോ അല്ലെങ്കിൽ എന്തോ ആയിരിക്കും? ഡെഫിസിറ്റോ ആയിരിക്കും. അപ്പോൾ നമുക്കൊന്നുകൂടെ പറയാം. ഇറ്റ് ഹാസ് നോ ഓപ്പണിംഗ് ബാലൻസ്. ഓപ്പണിംഗ് ബാലൻസ് ഇല്ല. ഇറ്റ് ഈസ് എ നോമിനൽ അക്കൗണ്ട്. ഒരു നോമിനൽ കാറ്റഗറിയിൽ പെടുന്ന അക്കൗണ്ട് ആണ്. ഓൺലി റവന്യൂ ഐറ്റംസ് ആർ കൺസിഡേർഡ്. റവന്യൂ ഐറ്റംസ് മാത്രമാണ് ഇതിൽ ഉൾപ്പെടുന്നത്. മറ്റൊന്ന് കറന്റ് ഇയേഴ്സ് എമൗണ്ട് ഈസ് കൺസിഡേർഡ്. ഈ വർഷത്തെ എമൗണ്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിൽ ഉൾപ്പെടുത്തുന്നത്. എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം തുടങ്ങിയുള്ള എല്ലാ അഡ്ജസ്റ്റ്മെന്റും, ഡിപ്രീസിയേഷൻ ഉൾപ്പെടെയുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ നമ്മൾ എവിടെ കാണിക്കും? ഇവിടെ കാണിക്കുന്നു. ക്ലോസിംഗ് ബാലൻസ് ഒന്നുകിൽ സർപ്ലസിനെയോ അല്ലെങ്കിൽ ഡെഫിസിറ്റിനെയോ ആണ് എന്ത് ചെയ്യുന്നത്? കാണിക്കുന്നത്. ദാറ്റ് ഈസ് ദ ഫീച്ചേഴ്സ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. Then next is how to prepare an income and expenditure account, or what are the steps in the preparation of income and expenditure account. So first of all, omit the opening and closing cash and bank balances. ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ തയ്യാറാക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതിന്റെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബാലൻസ്. അതായത് റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബാലൻസ്. നമ്മൾ ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുന്നത് ഏത് നോക്കിയിട്ടാണ്? റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് നോക്കിയിട്ടാണ്. ആ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബാലൻസ് അങ്ങോട്ട് മാറ്റി നിർത്തുക. ബാക്കി ഐറ്റംസ് മാത്രം എന്ത് ചെയ്യുക? കൺസിഡർ ചെയ്യുക. അതാണ് ആദ്യം ചെയ്യാൻ. രണ്ടാമത്തേത് ടേക്ക് ഓൺലി റവന്യൂ ഐറ്റംസ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ കറന്റ് പീരീഡ്. ഒരു റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും മാറ്റി നിർത്തിയാൽ പിന്നെ അതിന്റെ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും അല്ലെങ്കിൽ റെസീപ്റ്റ് സൈഡിലും പേയ്മെന്റ് സൈഡിലും
റവന്യൂ ഐറ്റംസ് ഉണ്ടാവും, ക്യാപിറ്റൽ ഐറ്റംസ് ഉണ്ടാവും. പക്ഷെ നമുക്ക് അതിൽ നിന്ന് ഏത് മാത്രം മതി? റവന്യൂ ഐറ്റംസ് മാത്രം കണ്ടെത്തുക. അത് മാത്രവുമല്ല, റവന്യൂ ഐറ്റം ഓഫ് ദ കറണ്ട് പീരീഡിലേക്കുള്ള റവന്യൂ ഐറ്റംസ് മാത്രം തിരഞ്ഞുപിടിച്ച് നമുക്ക് ഇതിലേക്ക് എഴുതാം, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലേക്ക് എഴുതാം. ഇൻകം ആണെങ്കിൽ ഇൻകം സൈഡിലും, എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ എക്സ്പെൻഡിച്ചർ സൈഡിലും. Then make adjustment for accrued income, outstanding expense, prepaid expense, etc. നേരത്തെ പറഞ്ഞു അഡ്ജസ്റ്റ്മെന്റുകൾ ഉൾപ്പെടുത്തും. അങ്ങനെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അഡ്ജസ്റ്റ്മെന്റുകൾ കൂടെ ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. Then make provision for bad debt, depreciation. പ്രൊവിഷൻസ്, ഡിപ്രീസിയേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊവിഷൻ, ബാഡ് ഡെപ്റ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രൊവിഷൻ ഒക്കെ എന്ത് ചെയ്യണം, ഇവിടെ ഉൾപ്പെടുത്തണം. അങ്ങനെ ഏത് ബാലൻസ് ചെയ്യണം, ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്താൽ ഐദർ സർപ്ലസ് ഓർ ഡെഫിസിറ്റ് എന്നുള്ളത് നമുക്ക് കിട്ടുകയും ചെയ്യും. Then what are the differences between receipt and payment account and income and expenditure account? ഒരു receipt and payment അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും തയ്യാറാക്കുമ്പോൾ അത് തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്തെല്ലാമാണ്? നോക്കൂ, 3 ഹെഡായിട്ടാണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഒന്ന്, വ്യത്യാസത്തിന് ഏത് തരത്തിലുള്ള കാരണമാണ് വ്യത്യാസത്തിന് വന്നിട്ടുള്ളത്. മറ്റൊന്ന്, റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ അതെങ്ങനെയാണ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ അതെങ്ങനെയാണ്. ഒന്ന്, ടൈപ്പ് ഓഫ് അക്കൗണ്ട്, ഏത് തരത്തിൽപ്പെടുന്ന അക്കൗണ്ടാണ്. റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഒരു റിയൽ അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഒരു നോമിനൽ കാറ്റഗറിയിലുള്ള അക്കൗണ്ടുമാണ് എന്ന് പറഞ്ഞിരുന്നു. നാച്ചർ, ഇറ്റ് ഈസ് സിമിലർ ടു എ ക്യാഷ് ബുക്ക്. റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഒരു ക്യാഷ് ബുക്കിന് സമാനമാണ്. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് സിമിലർ ടു എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് സമാനമാണ്. പീരിയഡ്, കാലയളവ്, ഏത് സമയത്തെ ഏത് കാലയളവിലുള്ള ഐറ്റംസ് ഒക്കെ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും എടുക്കുമെന്നുള്ളത്. നോക്കൂ, റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ records the receipts and payments of current year, previous year and succeeding year. തൊട്ട് മുമ്പത്തെ വർഷത്തേതും ഈ വർഷത്തേതും അടുത്ത വരാനിരിക്കുന്ന വർഷത്തേതും ഒക്കെ ഏതിൽ ഉൾപ്പെടുന്നുണ്ട്? റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഉൾപ്പെടുന്നുണ്ട്. Then income and expenditure records income and expenses of current year only. ഈ വർഷത്തേത് മാത്രമേ ഉൾപ്പെടുത്തുകയുള്ളൂ. Then next basis is debit and credit side. ഇതിന്റെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണെന്ന്. റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ റെസീപ്റ്റ് ആണ്. ക്രെഡിറ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പേയ്മെന്റ് ആണ്. ഡെബിറ്റ് സൈഡ് ഷോസ് റെസീപ്റ്റ്സ് ആൻഡ് ക്രെഡിറ്റ് സൈഡ് ഷോസ് പേയ്മെന്റ്. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിന്റെ ഡെബിറ്റ് സൈഡ് എന്ന് പറയുന്നത് എക്സ്പെൻസസ് ആണ്, അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ ആണ്. ആൻഡ് ക്രെഡിറ്റ് സൈഡ് ഷോസ് ഇൻകം. ക്രെഡിറ്റ് സൈഡ് ഏതാണ്? ഇൻകത്തെ കാണിക്കുന്നതാണ്. Then adjustments. റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നോ അഡ്ജസ്റ്റ്മെന്റ്സ് റിക്വയർഡ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ്മെന്റ്സ് റിക്വയർഡ്, അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തുമെന്നുള്ളതാണ്. Then opening balance. റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ഇറ്റ് ഹാസ് ഓപ്പണിംഗ് ബാലൻസ്. ഓപ്പണിംഗ് ബാലൻസ് വെച്ചിട്ടാണ് തുടങ്ങുക. ക്യാഷ് ഇൻ ഹാൻഡോ ക്യാഷ് ഇൻ ബാങ്കോ അല്ലെങ്കിൽ രണ്ടും കൂടിയിട്ടോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. Then ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നോ ഓപ്പണിംഗ് ബാലൻസ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എന്തുണ്ടാവില്ല? ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവില്ല. മറ്റൊന്ന്, ട്രാൻസാക്ഷൻസ്. ഓൺലി ക്യാഷ് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ്. ആക്ച്വലി ക്യാഷ് കിട്ടിയതോ ക്യാഷ് കൊടുത്തതോ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ അവിടെ രേഖപ്പെടുത്തുകയുള്ളൂ, റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തുകയുള്ളൂ. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്യാഷ് ആൻഡ് നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ്. ക്യാഷ് ട്രാൻസാക്ഷൻസും നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസും രേഖപ്പെടുത്തും. ഉദാഹരണമായിട്ട് ഡിപ്രീസിയേഷൻ, അതുപോലെ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഉൾപ്പെടുന്നുണ്ട്. അതൊക്കെ നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ ഉദാഹരണമാണ്. അതും എവിടെ വരുന്നുണ്ട്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ വരുന്നുണ്ട്. ഇത്രയുമാണ് നമുക്ക് ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഡിഫറൻസസ് ബിറ്റ്വീൻ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഒക്കെ വളരെ പ്രധാനമായിട്ട് എന്തിന് ചോദിക്കാറുള്ളതാണ്, പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാറുള്ളതാണ്. നമുക്ക് റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്താണെന്ന് പഠിച്ചാൽ ഓട്ടോമാറ്റിക്കായി നമുക്ക് ഏതിൻ്റെ ഡിഫറൻസ് വളരെ കൃത്യമായിട്ട് തന്നെ പറയാൻ കഴിയും. റെസീറ്റ് ആൻഡ് പേയ്മെന്റിന്റെയും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെയും ഡിഫറൻസസ് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഓക്കെ, ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലത്തിലേക്കാണ് കടക്കാനുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കത് പഠിക്കാം.